ഞാൻ കപ്പടിച്ചത്. വളരെ സന്തോഷം. ഹായ്, രണ്ടുപേരും ചേരാനുള്ളവർ വൈകിപ്പോയി. ഹായ്, കോമഡി ആയല്ലോ, അടിപൊളി അടിപൊളി. ജുനൈസ് ഇഷ്ടം. ജിസാമേരി ജോൺ ജുനൈസ് ഇഷ്ടം. ജുനൈസേ, നിനക്കിത് പറ്റിയ സമയമായി. ഇപ്പൊ എനിക്ക് കുറച്ച് ഹേറ്റേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് അവരെയൊക്കെ ഫാനാക്കാം. ഹേറ്റേഴ്സ് വന്നോ? അല്ല, ഞാൻ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് അമ്മുവിനും ശ്രീമോൾക്കും ഒരു ഹായ് കൊടുക്കാൻ. അഖിൽ ജുനൈസ്, നിങ്ങൾ സ്പെഷ്യൽ ഷോ പ്രതീക്ഷിക്കുന്നു. ജുനൈസിനെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ജുനൈസൊക്കെ ഇനി സ്പെഷ്യൽ ഷോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പൈസയൊക്കെ മേടിച്ചിട്ടേ ചെയ്തോളൂ. പുള്ളി ഇനി പറക്ക. ഇതാണ് അഖിലേട്ട സ്നേഹം, ഇതിലും വലുതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ഓ ഇതൊക്കെ സ്നേഹമുള്ളവരാടാ. ഇവരിതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. ദേവിയെ കുറിച്ച് നല്ലത് പറയല്ലേ, ഇതൊക്കെ വെറുതെ എന്നെ കുറിച്ച് നല്ലത് ദേവിയത് പറയല്ലേ, ആരും പറയല്ലേ. തൊപ്പി കൊള്ളാം. ദുബായ് മീറ്റ് ചെയ്തിരുന്നു. നിന്റെ തൊപ്പി കൊള്ളാം. ഞാൻ കരുതിയില്ല മറ്റേ ഇല്ല ചെറുക്കൻ. ഹായ് അഖിൽ. എന്താ നൈസ് ടക്കിങ് എവിടെ? നൈസ് ചെക്കിങ് എവിടെ എനിക്ക് മനസ്സിലായില്ല. ഹായ് മാരാർ കുന്നേൻ, സൂപ്പർ. ജുനൈസ് പിന്നിലുള്ള ആരാ? ഇതെന്റെ ഏട്ടന്റെ മോനാ. ഇത് ജുനൈസിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അന്ന് ബിഗ് ബോസിൽ വന്ന അവൻ എൻ്റെ ഒരു ഫാനാട്ടോ. അവൻ മാത്രമേ ഇപ്പൊ എനിക്കിവിടെ ഫാനായിട്ടുള്ളൂ. അല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. സൂപ്പർ. ജുനൈസ് ഫേസ്ബുക്കിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലേക്ക് ജുനൈസിനെ വിളിച്ചോണ്ട് വന്നത്. ഫേസ്ബുക്കിലുണ്ട്. നീ പക്ഷെ ആക്റ്റീവ് അല്ലേ? എനിക്ക് ഫേസ്ബുക്ക്, എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ? 4 ലക്ഷം കേട്ടോ. ഫേസ്ബുക്കിലുണ്ട്, എനിക്ക് ഉണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല. അഖിലേട്ടാ, നിങ്ങളാണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഈ ഫെയിം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെട്ടില്ല. ഗുഡ് മോർണിംഗ് ഫ്രം കുറ്റം എന്ന് പറയൂ. എടാ, ഫേസ്ബുക്കിൽ 2 കുറ്റം പറ. നിങ്ങൾ 2 കമന്റ് സന്തോഷിക്കട്ടത്. ഒരു കൊല്ലായി ഇപ്പൊ തെറി വിളിച്ചിട്ട്. അയ്യോ, ഞാൻ ഈ അടുത്ത് നിന്റെ ഒരു വീഡിയോ ഉണ്ടോ, നീ ബിഗ് ബോസിനകത്ത് വരുന്നിട്ട് അയാള് ആദരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര സ്ട്രാറ്റജി ആണല്ലോ. അത് ഈ അടുത്ത ഞാൻ കേട്ടത്. നീ ശോഭയും കൂടെ പോയിരുന്നു എന്നെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ കേട്ടു എല്ലാം ഞാൻ കേട്ടു. ലവ് ഫ്രം USA. ഹായ് അഖിൽ ജുനൈസ്. ഹായ് 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 ഹായ്. ആൽബിൻ, മായ മാത്യു, അഖിലേട്ട, ജുനൂക്ക, ഹരിത. അവ എല്ലാം കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് കമന്റ് ഒക്കെ കാണുന്നുണ്ട്. നമസ്കാരം രണ്ടാൾക്കും. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം. അഖിൽ ഇഷ്ടം. മാരാർ, താങ്കൾ ഒരു പച്ചയായ മനുഷ്യനാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ല. അഖിൽ. ദീപ ശിശു അയച്ചേക്കാണ്. അഖിൽ സോറി, ആരാണ് അയച്ച? സീമ കേപി, താങ്കൾ ഒരു പച്ചയായ മനുഷ്യനാണെന്നൊക്കെ. ഞാനൊരു ഫേക്കാണെന്ന് പറഞ്ഞ എന്റെ മുഖം മൂടി വലിച്ചു കയറാൻ വേണ്ടിട്ട് ഇവിടെ തൂമ്പായി കുന്താലിയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഖിലേട്ടാ, നിങ്ങൾ പൊളിയാണ്. എന്റെ മോനും മാരാറെ ഭയങ്കര ഇഷ്ടമാണ്. റസൽ ബ്രോ, ഇതിപ്പോ എന്നെ പറ്റിട്ട് പറയാൻ നല്ല കമന്റ് വായിച്ചപ്പോ ബോധം കെട്ട് ഇവിടെ വീഴുമെന്നാ തോന്നുന്നത്. എന്നെ പറ്റി 4 കമന്റ് നല്ലത് വരുന്നുണ്ട്. വായിച്ചപ്പോ ഇവിടെ ബോധം കെട്ട് വീഴും. അഖിലേട്ടാ, നിങ്ങൾ പൊളിയാണ്. ജുനൈസിന് പുതിയ റീൽസ് ഒക്കെ കൊള്ളാം. മാരാർ, താങ്കളൊരു പച്ച. അത് താഴോട്ടാ. പോട്ട് വിടും. രണ്ടുപേരെ ഒരുമിച്ച് കണ്ടത് സന്തോഷം. ജുനൈസ് ഹായ്. സിനു പുൽപ്പള്ളി ഹായ്. മായ പൊന്നൂസ് ഹായ്. അഖിൽ ജി ഹായ്. ഗുഡ് മോർണിംഗ് ഫ്രം ഹ്യൂസ്റ്റൺ ആണോ? ഗുഡ് മോർണിംഗ്. അഖിൽ എന്താ അതിലൊക്കെ എന്താ മനസ്സിലായില്ല എനിക്ക്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. രണ്ടുപേരും ഫിനാലെ വന്നപ്പോൾ അവനൊരു ബിരിയാണി പായും 2 ഭക്ഷ വാങ്ങി കൊടുക്കുക അഖിലേട്ട. അതൊരു ബിരിയാണിയും എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശം. പായോ? ബ്രഷായിരിക്കും. പായ 2 ബ്രഷും ഒന്നായിരിക്കും കേട്ടോ. നിന്റെ പല്ലെല്ലാം കൂടെ കടിച്ചല്ല, ബ്രഷ് കടിച്ചു പറിച്ചല്ലേ തിന്നുന്നത്. എന്റെ ഏതോ കടുത്ത എന്റെ ഒരു കടുത്ത ആരാധകനാണ് തോന്നുന്നത്. അടുത്തായിട്ട് എല്ലാരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ മത്സരിക്കാൻ പോകല്ലേ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങല്ലേ. അടുത്തായിട്ട് അഖിൽ ജുനൈസ് ഇഷ്ടം. അഖിലേട്ടാ, നിങ്ങൾ പൊളിയാണ്. ഹായ്. നിങ്ങൾ നായകനായിട്ട് വരുന്ന സിനിമയെ കുറിച്ചൊക്കെ പറ. ഇത്രയും വർഷത്തെ ബിഗ് ബോസ് സീസൺ വെച്ച് ഏറ്റവും ഇഷ്ടം ജുനൈസിനെ. ഫുള്ള് എന്റെ ഫാൻസ്. അത് ജുനൈസ്. ഞാനൊക്കെ കള്ളത്തരം കാണിച്ച് ജയിച്ചാൽ ഇനി എല്ലാരും കൂടി മാരാറെ പച്ചകളത്തിൽ പെടുത്തരുത്, അവൻ നന്നായി പോകും. സത്യം, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
അനിത ഗോകുൽ, ഇത്രയും വർഷത്തെ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും ഇഷ്ടം ഇരിട്ടി ഉളിക്കൽ. ഹായ് മാരാർ, ഒരു ഹായ് പറയോ? ഹായ് പറ. എല്ലാവർക്കും ഹായ്. ഹായ് അഖിലേട്ട, നിങ്ങൾ രണ്ടുപേരും സൂപ്പറാണ്. ജുനൈസ് ഹായ് ഹായ്, രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം. കമന്റ് വായിച്ചോണ്ട് ഇങ്ങനെ കമന്റ് വന്നോണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറ. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഞാൻ കണ്ടതിലുള്ള സന്തോഷം. കുറെ നാളിന് ശേഷം ജുനൈസ് ആണെങ്കിൽ ഇങ്ങനെ മിക്കപ്പോഴും ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീചേട്ടൻ്റെ അമ്മ ഇന്നലെ മരണപ്പെട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദരാഞ്ജലിയോട് പറഞ്ഞിരുന്നു. അപ്പം പോകാൻ കഴിയാത്തത് കണ്ണൂരായി പോയതുകൊണ്ടാണ്. ശ്രീചേട്ടനെ ഞങ്ങൾ എപ്പോഴും വിളിക്കും, രേഖ എപ്പോഴും വിളിക്കാറുണ്ട്. സ്നേഹമുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന ആൾക്കാർ ഞങ്ങളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട്സ് ഉണ്ട്. പിന്നെ എപ്പോഴും ഈ കണ്ടിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് താണ്ടെ ഞാനും ശ്രീചേട്ടനും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇടുന്നില്ല. ഞങ്ങൾ എത്രയോ ദിവസങ്ങളിൽ കൊച്ചിയിൽ വൈകുന്നേരങ്ങളിൽ തട്ടുകടയിൽ പോയി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഇനി അതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രസകരമായ കണ്ടന്റ് ഉണ്ടായത് ജുനൈസ് അപ്പുറത്ത് മനോഹരമായി തന്നെ നിന്നതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാര്യം പുറത്തു വരുന്നപ്പോഴാണ് ഞാൻ ഈ ജയിലിലെ കണ്ടന്റൊക്കെ. അയ്യോ, കിഴങ്ങനെ എന്താ വിളിക്കൂടാ, പൊട്ടറ്റോ വിളിക്കുന്നടി കിഴങ്ങൻ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് മുൻ സീസൺ, ഞാൻ എല്ലാ സീസണും ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ സീസണ് പലപ്പോഴും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള രസകരമായ കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ജുനൈസ് എന്നെ ആക്കിയ അഖിലേട്ടാ വാ, അഖിലേട്ടാ വാ, മറ്റേ എന്നെ ക്യാപ്റ്റനായി എന്ന് പറയുമ്പോൾ മാനേജാക്കുന്നത് എന്നെ വിളിച്ച് അഖിലേട്ടനാ മാനേരിഞ്ഞ് ബാ അഖിലേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറ്റിച്ച് ജുനൈസിനെ. അടിപൊളി. എല്ലാം ഭയങ്കര രസകരമായ നിമിഷങ്ങളായിരുന്നു. ഭയങ്കര വീറും വാശിയോടുകൂടി തന്നെ ജുനൈസ് നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് രസകരമായ, നീ നല്ല മത്സരാർത്ഥിയല്ല, നീ നല്ല മത്സരാർത്ഥിയാണ്, പക്ഷെ നിന്നെ കൊണ്ടൊരു മണ്ണിന് ചുണ്ണാമ്പ്. പക്ഷേ ഞാനായിപ്പോയി ഇവന്റെ ഇപ്പുറത്ത്. ഇവന്റെ വേലയൊന്നും നമ്മുടെ അടുത്ത് നടന്നില്ല. അങ്ങനെയാണ് പണിപാളിയത്. ഞാനൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ PR അല്ലേ? ആ ജുനൈസ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയ PR. അത് ഞാൻ അതിനോട് പറയുമായിരുന്നല്ലോ. ഇടയ്ക്ക് വിഷ്ണു പറയത്തില്ല എന്റെ അടുത്ത്. പറയായിരുന്നു, വിഷ്ണു ഉപദേശിക്കും, വിഷ്ണു എടുക്കുമെന്ന് ഉപദേശിക്കും. നീ ചുമ്മാതായ അയ്യോ. അവരെല്ലാവരും ജീവിതത്തിൽ പുതിയ സീസൺ തുടങ്ങുകയാണ്, എല്ലാവരും പുതിയ സീസണും. അപ്പൊ ഇനിയിപ്പം പുതിയ സീസൺ വരുന്നു. മാരാരെയും ജുനൈസിനെയൊക്കെ മറക്കാൻ ചിലപ്പോൾ സമയമായി കാണും. പുതിയ പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ആരെങ്കിലുമൊക്കെ വരട്ടെ, നിങ്ങളുടെ ഇടയിലേക്ക് കത്തിക്കയറട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കരിഞ്ഞിരിക്കാം. അടുത്ത സീസൺ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അല്ലേ? ഏതെങ്കിലുമൊക്കെ രീതിയിലുണ്ടാവുമെന്ന് കൂട്ടിക്കോ. അതിനുള്ള പണികളൊക്കെ തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പം ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.